വിശപ്പിൻ്റെ വിളി ശുശ്രൂഷയുമായിട്ട് ഇവിടെ ഭക്ഷണ പാക്കറ്റുകളുമായിട്ട് എത്തിയേക്കണേണ്. അപ്പോൾ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്, ഇതേ കൈവക്കി കാണിക്കണുണ്ട്, അതാണ് വിശപ്പിൻ്റെ വിളി. ഉള്ളപ്പോൾ പുള്ളിക്ക് കൊടുക്കാറില്ല. സന്തോഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഓക്കെ, താങ്ക് യു. ശരി, വേറെ ഇവിടെ ഒരാളുണ്ടായപ്പോൾ ഇല്ലല്ലേ? ശരി, ഓക്കെ, എന്നാൽ കാണാം കേട്ടോ. താങ്ക് യു. വിശപ്പിൻ്റെ വിളി എന്താണെന്ന് വിശക്കുന്നവർക്ക് മാത്രം അറിയൂ. ഞാനൊക്കെ ജീവിതത്തിൽ ഞങ്ങളുടെ അപ്പൻ്റെ ബിസിനസ് തകർച്ചകളും കുടുംബത്തിലെ രോഗങ്ങളും കടബാധകളും എല്ലാം മൂലം മനുഷ്യൻ ആ ചോറും വിളിയും പൊതിയും പിടിച്ച് പോകണുണ്ടാവും. വിശപ്പിൻ്റെ വിളി എന്താണെന്ന് നല്ലോണം അനുഭവിച്ചറിഞ്ഞ ഒരു നേരത്തെ ഭക്ഷണത്തിന് അന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിത്ത് ഉള്ളിൽ കിടന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പഴയ ഡ്രസ്സുകൾ കളക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ആ കൂട്ടത്തിൽ പുതിയതും കിട്ടണവരുടെ യോഗം അങ്ങനെയും കിട്ടാറുണ്ട്. മേടിച്ചിട്ടേ ഒരു വീട്ടിൽ നിന്ന് കുറേ ഡ്രസ്സ് തന്നാൽ അതിൽ ചിലതെല്ലാം പുത്തനായിരുന്നു. പക്ഷേ കിട്ടിയവർക്ക് ഭാഗ്യം. കാരണം പറഞ്ഞതാ, ഇപ്പം എങ്ങും പോകാറില്ലല്ലോ. കോവിഡൊക്കെ കഴിഞ്ഞ് പണ്ടത്തെ പോലെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പോക്കും വരവും പരിപാടിയും ഇതെല്ലാം കുറവാണല്ല. അപ്പോൾ ആകെ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടെന്ന് പറഞ്ഞ്, മക്കളൊക്കെ വിദേശത്താണ്. അപ്പോൾ അതിൽ നല്ല ഇടാത്ത പുത്തൻ ഡ്രസ്സുകളും 1-2 തവണ ഇട്ട അങ്ങനെയൊക്കെ കിട്ടി. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇതുപോലെ IMS കൊണ്ടുപോയി കുറേ ഡ്രസ്സുകൾ ഇതുപോലെ കൊടുത്തു. മര്യാലയത്തിൽ അവിടെ അമ്മമാരെ നോക്കുന്ന സ്ഥാപനത്തിൽ ആളുകൾ വരും, അവിടെ നിന്നും കൊടുക്കും. ഇങ്ങനെ പലയിടത്തും തൃശ്ശൂർ, ആമ്പല്ലൂർ, അസീസിയിൽ പോയപ്പോൾ കുറേ ഡ്രസ്സുകൾ കൊണ്ടുപോയി കൊടുത്ത്. അപ്പോൾ ഉപയോഗയോഗ്യമായ ഡ്രസ്സുകൾ, കാരണം ഒരു കാലത്ത് പഴയ ഡ്രസ്സ് പോലും ചെറുതാക്കി ഇടാൻ പൈസ ഇല്ലാതെ അല്ലെങ്കിൽ ചാപ്പൊട്ടിച്ചൊക്കെ നടന്ന നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. കീറത്തുണി എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. കീറത്തുണിയും ഭക്ഷണ ദൗർലഭ്യവും. പക്ഷെ അതെല്ലാം ദൈവം നന്മക്കായിട്ട് തീർത്ത് ഇന്ന് മറ്റുള്ളവർക്ക് സഹായമുള്ള പ്രചോദന രീതിയിൽ അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്ത് നമ്മളാൽ സാധിക്കുന്ന രീതി 10 പാക്കറ്റെങ്കിൽ 10 പാക്കറ്റ്, 5 പാക്കറ്റെങ്കിൽ 5 പാക്കറ്റ് ഭക്ഷണം അല്ലെങ്കിൽ ഡ്രസ്സുകൾ. ചിലർ പഴയ TV ഒക്കെ തരാറുണ്ട്. അപ്പോൾ അതിന് അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തി TV, ഫ്രിഡ്ജ് കൊടുത്താൽ 500 രൂപ പോലും ചിലപ്പോൾ കിട്ടൂല എക്സ്ചേഞ്ച് ചെയ്യാൻ കൊണ്ടുപോയാൽ. പക്ഷെ അതൊരു കുടുംബത്തിന് കിട്ടിയാൽ അങ്ങനെ എത്ര വീടുകളിൽ TV എത്തിച്ചു കൊടുക്കാൻ ഇപ്പോഴും പറഞ്ഞു വെച്ചിട്ടുണ്ട്. TV ഇല്ലാത്ത വീടുകളുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, ഉണ്ട് അങ്ങനത്തെ വീടുകൾ, പഴയ TV. അപ്പോൾ അതുപോലെ തയ്യൽ മെഷീൻ ഉപയോഗിക്കാതെ കിടന്ന് എൻ്റെ വീട്ടിൽ തന്നെ 2 തവണ 2 തയ്യൽ മെഷീൻ കൊടുത്തു. നമ്മൾ കൊടുത്ത അത് കേട്ടപ്പോൾ വേറെ ആളുകളും തന്നിട്ട് അർഹതപ്പെട്ട ക്യാൻസർ മാറി അവർക്ക് ഉപജീവന മാർഗ്ഗമില്ല. തയ്യൽ മെഷീൻ കൊടുത്ത്. അപ്പോൾ തയ്യൽ മെഷീൻ, കട്ടിൽ, TV, ഫ്രിഡ്ജ് കിട്ടിയിട്ട് ഇങ്ങനെ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ പലതും നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കിടക്കുന്ന പലതും ഉണ്ട്. മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും എങ്ങനെ ചെയ്യുമെന്നല്ല, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. വീട്ടിൽ അട്ടിയിട്ട് വെച്ചേക്കണേ. ഇരട്ടവാലിനും ഉച്ചം കയറിയിരിക്കുന്ന അലമാരിയൊക്കെ തിങ്ങി നിറഞ്ഞ് മേടിച്ച് കൂട്ടണേ. ഞാൻ ഈ കടവന്ത്രയിലൊരു വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞതാ, ഇനി സ്ഥലം ഇല്ല. എനിക്ക് മനസ്സിലായത് ഇതാ, പണ്ട് കാലം മുതലേ ഉള്ളത് കെട്ടിപ്പൂട്ടി വെച്ചേക്കണേണ്. എന്നിട്ട് സ്ഥലമില്ല. എന്നെ കാണിച്ചു തന്നു വീടിൻ്റെ ഇതിൻ്റെ പോക്കറ്റ് പോലെയും എല്ലാം കുറേ ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് കളയുമെന്ന് പറഞ്ഞ്. അപ്പോൾ കല്യാണം നടക്കാതിരുന്ന ആ കുടുംബത്തിൽ കല്യാണമൊക്കെ നടന്ന്. എന്തു ചെയ്തിട്ടും കല്യാണം നടക്കണില്ല. നമ്മൾ ദൈവം നമ്മളെ പല കാര്യങ്ങൾ ഏൽപ്പിക്കും. ഇല്ലാത്ത കാശുണ്ടാക്കി ദാനധർമ്മം ചെയ്യണമെന്ന് പറയില്ല. നമ്മുടെ കയ്യിൽ പൂട്ടി വെച്ചേക്കുന്ന പല കാര്യങ്ങളുണ്ട്, കൂട്ടി വെച്ചേക്കണ നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞത് ഇല്ലെങ്കിൽ പ്രയോജനം ഇല്ലാത്ത. പക്ഷെ അത് ഏറ്റവും അത്യാവശ്യമുള്ള പലരും നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതാരാണെന്ന് നിങ്ങൾ ചോദിക്കും. അങ്ങനെയുള്ളവരെ കണ്ടെത്തുകയും കാണുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. കാരണം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാവപ്പെട്ടവരും നാനാജാതി മത്സരായവരൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള പല മുഖങ്ങളും കണ്ടെത്തുകയും നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാറുണ്ട്. അല്ലാതെ എല്ലാവർക്കും വാരി കൊടുക്കുന്ന ഒരു രീതിയൊന്നുമില്ല. കാരണം ചിലർക്കൊക്കെ എവിടെ നിന്ന് കിട്ടിയാലും അവകാശം പോലെ. അതെല്ലാം ഞങ്ങൾ ഫിൽറ്റർ ചെയ്ത് അന്വേഷിച്ചിട്ട് മാത്രം ഇങ്ങനത്തെ കാര്യം ചെയ്യുള്ളൂ. എന്തോരം കിട്ടിയാലും മേടിച്ച് വെക്കും, കൂട്ടി വെക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരല്ല ഉദ്ദേശിക്കുന്നത്. ഈ കൂട്ടി വെക്കുന്നവരെ പോലെ തന്നെ ദാനം കിട്ടിയാലെന്നും പറഞ്ഞ് മേടിച്ച് വെക്കുന്നവരുണ്ട്. അതൊന്നുമല്ല നമ്മൾ നോക്കുന്നത്. ഏറ്റവും അർഹതപ്പെട്ട കരങ്ങളിലാണ് പഴയ ഡ്രസ്സായാലും സാധനങ്ങളായാലും കട്ടിൽ, കിടക്ക, അലമാരി ഇതൊക്കെ വേണ്ട ഇല്ലാത്ത ആളുകളൊക്കെ വീടുകളൊക്കെ ഇന്നുണ്ട്. നമ്മൾ പുറമേ നിന്ന് കാണുന്ന തിളക്കമല്ല പല വീടുകളിലും ഉള്ളത്. ചിലപ്പോൾ അപ്പൻ്റെ മദ്യപാനമോ അല്ലെങ്കിൽ കുടുംബത്തിലെ വ്യക്തിയുടെ രോഗമോ അപകടങ്ങളോ ജോലിയില്ലാത്തതോ ജോലി നഷ്ടമോ അങ്ങനെ പല രീതിയിലായിരിക്കാം. ഈ ഭക്ഷണപ്പൊതികൾ കൊടുക്കണമെന്ന് പറഞ്ഞാലും ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവരുണ്ട്, ഗതികെട്ടവരുണ്ട്, വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ചവരുണ്ട്, എല്ലാം കൊടുത്തിട്ട് ഇറങ്ങേണ്ടി വന്നവരുണ്ട്, മാനസിക രോഗികളുണ്ട്, അംഗവൈകല്യമുള്ളവരുണ്ട്, പ്രായമായവരുണ്ട്, അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇത് മനുഷ്യൻ്റെ ന്യായമായ ആവശ്യമാണ്. നമ്മളൊരു പതി ചോറ് കൊടുത്തെന്നും പറഞ്ഞ് നമ്മൾ ആരും മുടിഞ്ഞു പോകാൻ പോകില്ല. പക്ഷെ അതുപോലും കൊടുക്കുന്നതിൽ ലുബ്ധ പറയുന്നതും കുറ്റം കണ്ടുപിടിക്കുന്നവരുണ്ട്. പക്ഷെ അതങ്ങനെ പറഞ്ഞോട്ടെ, ലോകാവസാനത്തോളം അതുണ്ടാവും.
ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശുനാഥൻ പറഞ്ഞൊരു വാക്ക്, ദരിദ്രർ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും, നമ്മളോട് കൂടെ തന്നെയുണ്ട്. അവരെ കാണുക, അതാണ് നമ്മുടെ കണ്ണുകളുടെ, അതായത് ദൈവത്തിന് ചെയ്യാനുള്ള ദൈവത്തിൻ്റെ കണ്ണും കയ്യും കാതുമായിട്ട് ഞാനും നിങ്ങളുമാണ് പ്രവർത്തിക്കേണ്ടത്. ആ വിവേകം നമ്മൾ കാണിക്കുക. അല്ലാതെ ഇവറ്റൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എന്തിനായി? എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കഷ്ടതകളിലും ദാരിദ്ര്യത്തിലും ഞങ്ങളെ മണ്ണടിഞ്ഞു പോകാതെ ദൈവം കരുണ കാണിക്കുകയും പരിപാലിക്കുകയും സഹായിക്കുകയും ചെയ്ത നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ മുൻകാല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് ആലംബമായി തീരാൻ എല്ലാവരെയും ബോധിപ്പിച്ചിട്ട് നമുക്ക് ഈ ലോകത്ത് ഒരു നന്മയും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കരുത്. കാരണം അതൊരു വിളിയാണ്. ദൈവം നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അതിനുവേണ്ടി വേറെ ആരെങ്കിലും ഉപയോഗിക്കും. പക്ഷേ നമുക്കതൊരു വലിയ കുറ്റബോധവും വിഷമവും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ ബൈബിളിൽ പറയുന്ന കാര്യം, ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും, അത് വേറുള്ളവർ പറയുന്നതോ എടുക്കുന്നതോ കൊണ്ടല്ല, അത് ചെയ്യാതിരിക്കുന്നവൻ നന്മ ചെയ്യുന്നു. ഇന്നൊരു വിദേശ ജോലി കിട്ടിയ, അല്ലെങ്കിൽ ഒന്ന് വിദേശത്ത് പോയാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊന്നും അല്ല പലപ്പോഴും ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരൊക്കെ ചെന്ന് കഴിയുമ്പോൾ തന്നെ എങ്ങോതുങ്ങാത്ത കാറും എങ്ങോതുങ്ങാത്ത വീടും മേടിക്കും. പക്ഷേ അവസാനം ജോലിയിൽ എന്തെങ്കിലും കയറ്റിറക്കമോ നഷ്ടമോ ഉണ്ടായാൽ അതൊക്കെ നോക്കി നിലനിൽപ്പ് നോക്കിയിട്ട് ചെയ്താൽ മതി. കാരണവന്മാർക്ക് പോലും കഞ്ഞി കൊടുക്കാത്തവരുണ്ട്. അതാ രസം. ഇതും പറഞ്ഞിട്ട് വീട് മേടിച്ച് കാറ് മേടിച്ച് ഇനി 30 വർഷം അടക്കണം. എന്തിനാ? ഒരുപാട് തിരക്ക് പിടിച്ച് വെട്ടിക്കൂട്ടും, അവസാനം സമാധാനം നഷ്ടപ്പെടും. അതൊക്കെ വേണം, ചെയ്തോ, വഴിയനുസരിച്ച് ചെയ്തോ, തലമറന്ന് എണ്ണ തേക്കരുത്. മാതാപിതാക്കൾക്ക് കൊടുക്കണം, ദാനധർമ്മം ചെയ്യണം. ഗൾഫിൽ നിന്ന് പോന്നാൽ പിന്നെയും 10 കൊല്ലം കൂടി അടച്ചാലും കടം തീരാത്ത വീട് പണിത് വെച്ചിട്ട് ആദ്യം പിടിച്ചിട്ട് രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുന്നില്ല. ആ കുടുംബത്തിൽ നിന്ന് വന്നത് ഓർക്കണേ. ആരും എന്തോ ചെയ്തെന്ന്, ആരും ഒന്നും ചെയ്തതല്ല. ഉള്ള ജീവിതകാലം മുഴുവൻ ജീവിച്ചാലും കടം തീരൂല. അതുപോലത്തെ വീടാണ് പണിത് വെച്ചേക്കണത്. ആകെയുള്ളതാ ഒരു മോൻ മാത്രം. ആർക്ക് വേണ്ടി? അവനിപ്പോൾ ആ വീട് ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കണേ. കാരണം അവിടെയും ആകെ ഒരു മോളുള്ളു. അപ്പം മോനും വിട്ടുപോയി. ഇപ്പം ഈ വീടിൻ്റെ കടം ഇനി ഇത് അവൻ വിറ്റ് കാശാക്കും, അല്ലെങ്കിൽ ബാങ്ക് ജപ്തിയാകും. അപ്പോൾ അപ്പം ഗൾഫിൽ നിന്ന് പോരാൻ പോണ്. അമ്മയാണെങ്കിൽ ആദ്യമൂത്ത് രോഗിയായി. ഇങ്ങനെയൊക്കെ വിഷമിക്കുന്ന ഒരുപാട് കഥകളും കൂടെ ഇവിടെ ബൈപ്പാസ് ചെയ്യുന്ന ഈ കൂട്ടത്തിൽ പങ്കുവെക്കുകയാണ്. ഇനി അടുത്ത ചോറുംപൊതി കൊടുക്കാനായിട്ട് നമ്മൾ ഈ വഴി പോവുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ അടുത്ത സ്ഥലത്ത് വർഷപ്പൊതിയായിട്ട് നമ്മൾ എത്തിയേക്കണേണ്. അപ്പോൾ ഇതൊരു പരസ്യത്തിന് വേണ്ടിയല്ല ശരിക്കും, അതായത് ഒരു പ്രചോദനമാവുന്നതിന് വേണ്ടിയാണ്. പലരെയും തുറന്ന് ചിന്തിക്കാനും കണ്ണുറന്ന് കാണാനും ഇടയാക്കുന്ന സാഹചര്യം ഈ വിശപ്പിൻ്റെ വെളി ശുശ്രൂഷയിലൂടെ ഇടയായിട്ടുണ്ട്. എല്ലാം ഉണ്ടായിട്ട് തൃപ്തി ഇല്ലാത്തവരും, അല്ലെങ്കിൽ ഒരു ദാനധർമ്മ പരിഹാര പ്രവൃത്തികളും ചെയ്യാതെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ തങ്ങളെക്കാൾ വിഷമിക്കുന്ന ചോറ് വേണം. അപ്പോൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള ഒരു അവസരം, അതേ ഒരു കയ്യില്ലാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് അവർക്കൊക്കെ എന്താ ആശ്വാസമാണ്. എവിടെ പോകും? ഇവിടെ ഒരു ചേട്ടനുണ്ട്. ഇങ്ങനെയൊക്കെ പ്രായമായ ഇല്ലായ്മക്കാരൊക്കെ പലരുണ്ട്. ഓടി വന്നാണ്ട് ഒരു വർഷത്തിൽ തീർന്ന് നമ്മളിങ്ങനെ കുറച്ച് കൊടുത്ത് വന്നതാണ്. അപ്പോൾ ഇപ്പം ഉണ്ടായത് കഴിഞ്ഞ് ഇനി വരുമ്പോൾ തരാം. ഇന്നത്തെ കാര്യം ഇന്ന് ചെയ്യണ്ടേന്ന് ചോദിക്കും. ശരിയാണ്, വർഷത്തിൻ്റെ കാലം. അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇതുപോലെ. ഇല്ല കഴിഞ്ഞ് പുറകെ വന്നുകൊണ്ടിരിക്കണേണ്. ഒത്തിരി ആളുകൾ ഇങ്ങനെ ആവശ്യമുള്ളവരുണ്ട്.